ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Deva Star Homes, Punalur. Elegant Restaurant, Sara Complex near Union Bank, TB Junction, KP Road, Punalur. ചരിത്രം വിളിച്ചോതുന്ന തൂക്കുപാലത്തിന്റെ മണ്ണിൽ പുതുമയിലും വൃത്തിയിലും സംസ്കാരത്തിലും പുതിയൊരു രുചിക്കൂട്ട്. ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ: AC, non-AC ഡൈനിങ്, കിഡ്സ് പ്ലേ ഏരിയ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. അതിവിശാലമായ ഞങ്ങളുടെ വിഭവശ്രേണിയിൽ ഞങ്ങളുടെ മാത്രം രുചിക്കൂട്ടിൽ തയ്യാർ ചെയ്ത ദം ബിരിയാണി, കലം ബിരിയാണി, വിവിധതരം മത്സ്യവിഭവങ്ങൾ, നാടൻ വിഭവങ്ങൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ, ഡെസേർട്ടുകൾ, ഫ്രഷ് ജ്യൂസുകൾ, ഷേക്കുകൾ മുതലായവ ഞങ്ങൾ പുതുമയിൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇനാഗുറൽ ഓഫർ ഫോർ ആൾ അറേബ്യൻ ഫുഡ്, സ്പെഷ്യൽ പാക്കേജ് ഫോർ ഗെറ്റ് ടുഗദർ ഫംഗ്ഷൻ, ഫാമിലി മീറ്റിംഗ്, ബർത്ത്ഡേ പാർട്ടീസ്, ആൾ അതർ ഫംഗ്ഷൻ. പുനലൂരിന്റെ ചരിത്രത്തിലാദ്യമായി ഹോം ഡെലിവറി സൗകര്യവും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിളിക്കുക 0475 222 9077. Elegant Restaurant, Sara Complex near Union Bank, TB Junction, KP Road, Punalur. Elegant Restaurant. Get more of what you really want. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ അനിൽ പന്തപ്ലാവ്. പ്രധാന വാർത്തകൾ. ഭരണിക്കാവ് ദേവിക്ക് ആയിരങ്ങളുടെ പൊങ്കാല. ക്ഷേത്ര മേൽശാന്തി വിഷ്ണു നമ്പൂതിരി ഭണ്ഡാരാടുപ്പിൽ അഗ്നി പകർന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമായത്. കിഴക്കൻ മേഖലയിൽ വീണ്ടും കഞ്ചാവ് കടത്തു വ്യാപകം. കഴിഞ്ഞ ഒരു മാസത്തിനിടെ പിടികൂടിയത് 8 കിലോഗ്രാം കഞ്ചാവ്. നിർമ്മാണം പൂർത്തിയായിട്ടും വ്യവസായ പാർക്ക് തുറന്നുകൊടുക്കുന്നില്ല. പ്രതിഷേധം ശക്തമാകുന്നു. വാർത്തകൾ വിശദമായി. ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിൽ ആയിരങ്ങൾ പൊങ്കാലയർപ്പിച്ചു. ക്ഷേത്ര മേൽശാന്തി വിഷ്ണു നമ്പൂതിരി ഭണ്ഡാരയടുപ്പിൽ അഗ്നി പകർന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമായത്. വെള്ളിയാഴ്ച രാവിലെ 7:30 ക്ഷേത്രസന്നിധിയിൽ പൊങ്കാല ആരംഭിച്ചത്. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ഡോക്ടർ സീതാരാമൻ ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര മേൽശാന്തി വിഷ്ണു നമ്പൂതിരി ഭണ്ഡാരാടുപ്പിൽ അഗ്നി പകർന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമായത്. വായ്ക്കുരവുകളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ആയിരങ്ങളാണ് പൊങ്കാലയർപ്പിക്കാൻ എത്തിയത്. അഭൂതപൂർവമായ തിരക്കാണ് ക്ഷേത്രസന്നിധിയിൽ അനുഭവപ്പെട്ടത്. രാവിലെ 9:30 പൊങ്കാല അവസാനിച്ചത്. ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ തീർത്ഥം തളിച്ചതോടെ പൊങ്കാല അവസാനിച്ചു. ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് GC കണ്ണൻ, വൈസ് പ്രസിഡന്റ് പ്രേം കമലാസനൻ, ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് രവികൃഷ്ണൻ എന്നിവർ പൊങ്കാലയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
പുനലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ അരിക്കടയ്ക്ക് തുടക്കമായി. മണിയാർ, കലയനാട് നീതി സ്റ്റോറുകൾ കേന്ദ്രീകരിച്ചാണ് അരിക്കട പ്രവർത്തനം ആരംഭിച്ചത്. ബാങ്ക് പ്രസിഡന്റ് ടൈറ്റസ് സെബാസ്റ്റ്യൻ അരി വിതരണം ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിയും ചടങ്ങിൽ പങ്കെടുത്തു. ഓരോ ആഴ്ചകളിലും ഒരു കുടുംബത്തിന് കാർഡൊന്നിന് കിലോയ്ക്ക് 25 രൂപ നിരക്കിൽ 5 കിലോ അരി വീതം വിതരണം ചെയ്യുന്നതാണെന്ന് ബാങ്ക് ഭരണസമിതി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചാലിയക്കര എസ്റ്റേറ്റ് LP സ്കൂൾ വാർഷികം ആഘോഷിച്ചു. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ലൈലജ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ലൈലജ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശത്തുള്ള കുരുന്നുകൾക്ക് പകർന്നു നൽകുന്ന ഈ പ്രദേശത്തുള്ള ആകെയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടെ എസ്റ്റേറ്റ് LP. വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടവരാണ്. ആ സമൂഹത്തിൽ ജീവിക്കുവാൻ പറ്റിയ മാനസിക ശേഷിയാണ് നമ്മുടെ ഓരോ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവേണ്ടത്. മാത്രമല്ല, പരാജയം ഉണ്ടായാൽ ആ പരാജയത്തിൽ നിന്നും പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അതിജീവിക്കുവാനുള്ള ആത്മധൈര്യവും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. PTA പ്രസിഡന്റ് R. ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. ഹെഡ് മിസ്ട്രസ് J. ഷീബ സ്വാഗതം ആശംസിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ബിന്ദുകുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ KS. പ്രതാപചന്ദ്രൻ അവാർഡുകൾ വിതരണം ചെയ്തു. തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് L. ഗോപിനാഥപിള്ള, G. അംബിക, G. ഗിരീഷ് കുമാർ, ഷീജ ജോസഫ്, V. ശിവകുമാർ, A. അനിത, ഗണപതി, KR. വത്സല തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അനശ്വരഗീതം തമ്പുരുവിൻ ശ്രുതി പോലെ അവിരാമം മുഴങ്ങുന്നു, അവിരാമം മുഴങ്ങുന്നു. ഷഡ്ജമാധാര സ്വരവരമായൻ ഉൾത്തടമാകെ ശാന്തമാ സ്വർഗീയനാദമേ പ്രണാമം, പ്രണാമം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുന്നലയിൽ പുലി ഇറങ്ങിയതായി അഭ്യൂഹം. വനപാലകരും നാട്ടുകാരും മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തി. പുന്നലയിലെ ജനവാസ മേഖലയിൽ പുലികളെ കണ്ടതായി അഭ്യൂഹം. പുന്നല ആനകുളത്തെ കടയ്ക്കാമൺ ഫോറസ്റ്റ് പരിധിയിലാണ് പുലിയെ കണ്ടത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ പുന്നല ഭാഗത്തേക്ക് പോയ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പുലിയെ ആദ്യം കാണുന്നത്. സമീപത്തെ വീടുകളിൽ വിവരമറിയിക്കുകയും ചെയ്തു. വനം വകുപ്പിന്റെ തേക്ക് പ്ലാന്റേഷനിലാണ് പുലിയുടെ സാന്നിധ്യമുണ്ടായത്. 2 പുലികൾ ഉണ്ടായിരുന്നതായും വനത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയായിരുന്നുവെന്നും പ്രദേശവാസികളും പറയുന്നുണ്ട്. തുടർന്ന് പത്തനാപുരം ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. ഉച്ച മുതൽ വനം വകുപ്പ് ജീവനക്കാർ ജനവാസ മേഖലയോട് ചേർന്ന് വനത്തിനുള്ളിൽ തിരച്ചിൽ നടത്തി. എന്നാൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളോ അടയാളങ്ങളോ ഒന്നും കണ്ടെത്താനായില്ല. ഇന്നലെ രാത്രി 7:30-8 മണിയോടെ അലിമുക്കിൽ നിന്നും പുന്നലയ്ക്ക് പോകുന്ന ഒരു ഓട്ടോക്കാരൻ ഇവിടെ ഒരു പുലിയെ കണ്ടു എന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ ഈ വനത്തിൽ വർഷങ്ങളായിട്ട് പുലിയുടെ സാന്നിധ്യമോ പുലിയുടെ ആവാസ മേഖലയോ ഇല്ല. പിന്നെ നമ്മളിത് വിശദമായിട്ട് ഇന്ന് പരിശോധിച്ചപ്പോഴും പുലിയുടെ കാൽപാദങ്ങളോ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നാളെയും ഇതിൻ്റെ പരിശോധന തുടരും. എന്തെങ്കിലും വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാന്നിധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതാണ്. സാധാരണ കടയ്ക്കാമൺ ഫോറസ്റ്റ് പരിധിയിൽ പന്നികൾ മാത്രമാണുള്ളത്. ആദ്യമായാണ് മേഖലയിൽ പുലിയെ കാണുന്നത്. വനത്തിനുള്ളിലൂടെ സബ് കനാൽ കടന്നു പോകുന്നുണ്ട്. ഇതിൽ നിന്നും വെള്ളം കുടിക്കുവാൻ വന്നാകാമെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ്. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.
കിഴക്കൻ മേഖലയിൽ കഞ്ചാവ് കടത്ത് വീണ്ടും വ്യാപകം. കഴിഞ്ഞ ഒരു മാസത്തിനിടെ കിഴക്കൻ മേഖലയിൽ നിന്ന് പിടികൂടിയത് 8 കിലോഗ്രാം കഞ്ചാവ്. കഴിഞ്ഞ ദിവസം 5 കിലോഗ്രാം കഞ്ചാവുമായി 13 കണ്ണറ പാലത്തിന് സമീപം അമ്പിളി വിലാസത്തിൽ ബിജുവിനെയാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട്ടിലെ കമ്പം, തേനി എന്നിവിടങ്ങളിൽ നിന്നായി വൻതോതിൽ കഞ്ചാവ് കിഴക്കൻ മേഖലയിൽ എത്തുന്നുണ്ട്. ചില ഹോൾസെയിൽ ഏജന്റന്മാർ മുഖേനയാണ് കഞ്ചാവ് വിൽപ്പന വ്യാപകമാകുന്നത്. കൊല്ലത്ത് നിന്നും തെന്മലയ്ക്ക് കഞ്ചാവ് എത്തിക്കുന്നതിനിടെയാണ് ബിജു പോലീസ് പിടിയിലായത്. കൊലപാതക കേസിലെ പ്രതിയായിരുന്ന ബിജു അടുത്തിടെയാണ് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. കഴിഞ്ഞ മാസം കൊട്ടാരക്കരയിൽ നിന്നും 3 കിലോഗ്രാം കഞ്ചാവ് പോലീസ് സംഘം പിടികൂടിയിരുന്നു. കൊല്ലത്ത് നിന്നും വനിതാ ഏജന്റന്മാർ വഴിയും കഞ്ചാവ് കടത്തുന്നുണ്ട്. തെന്മല കഞ്ചാവ് കടത്തിന്റെ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ഒരുപറ്റം യുവാക്കളാണ് കഞ്ചാവ് വിൽപ്പന നടത്തിവരുന്നത്. ബൈക്കിൽ സഞ്ചരിച്ച് പൊതികളാക്കിയ കഞ്ചാവ് സ്കൂൾ പരിസരങ്ങളിലും മറ്റും വൻതോതിൽ വിറ്റഴിക്കുന്നുണ്ട്. പോലീസും എക്സൈസും ശക്തമായ റെയ്ഡുകൾ നടത്തി കഞ്ചാവ് മാഫിയക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ PMG UP സ്കൂളിന്റെ 70ാമത് വാർഷികം ആഘോഷിച്ചു. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ സ്കൂൾ വാർഷികം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മനസ്സിൽ ഒരിക്കലും മങ്ങാത്ത ഓർമ്മകളാണ് നമ്മൾ പഠിക്കുന്ന വിദ്യാലയം എന്നുള്ളത്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ മുതിർന്നവരാകുമ്പോഴേ മനസ്സിലാവും. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു ഊന്നൽ കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റും ഇപ്പോൾ ആ ദിശയിലാണ് ചിന്തിക്കുന്നത്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏതാണ്ട് നമ്മളൊരു 60-70 ലക്ഷം രൂപ വിവിധ കാര്യങ്ങൾക്കായിട്ട് മുടക്കി. അതിന്റെ ലാബ് ഇപ്പൊ ഭംഗിയാക്കി, ഇപ്പൊ അവിടെ എല്ലാം കമ്പ്യൂട്ടറായി. ഒരുപാട് നമ്മള് പൈസ അവിടെ മുടക്കി. ഒരു MBA സ്വാധീനിച്ചൊരു ബസ് അവർക്ക് റെഡിയാക്കി കൊടുത്തു. PTA പ്രസിഡന്റ് CK ജയകുമാരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്വപ്ന നായർ സ്വാഗതം ആശംസിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് G ഗോപികാകുമാരി 2016-17 വർഷത്തിലെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുനലൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു അലക്സ് മുഖ്യാതിഥിയായിരുന്നു. എൻഡോമെന്റ് വിതരണം പുനലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് നെൽസൺ സെബാസ്റ്റ്യൻ നിർവഹിച്ചു. കലാപരിപാടികൾ പേപ്പർ മിൽ വാർഡ് കൌൺസിലർ അംജദ് ബിനു ഉദ്ഘാടനം ചെയ്തു. സമ്മാനദാനം ജനമൈത്രി പോലീസ് സബ് ഇൻസ്പെക്ടർ V ജോർജ് കുട്ടി നിർവഹിച്ചു. ചാലക്കോട് വാർഡ് കൌൺസിലർ അബ്ദുൾ റഹീം, മുസാവരി വാർഡ് കൌൺസിലർ വിളയിൽ സഫീർ, PTA വൈസ് പ്രസിഡന്റ് നെടുങ്കയൻ നാസർ, ശ്രീലക്ഷ്മി, ജിജി അലക്സാണ്ടർ, OS കൃഷ്ണപ്രിയ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. അധ്യാപക പ്രതിനിധി ബെറ്റ്സി യോഗത്തിൽ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ ഇടമൺ 34 മാനേജ് ബൈ പുഷ്പഗിരിയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. Qualified teachers, well-equipped library and labs, smart class, kids section and extracurricular activities. My name is Stephen. I want to be a pilot. I want to be an IAS officer. Hi, my name is Darshana. I want to be a doctor. I want to be a professor. I want to be a chartered accountant. Hi, I want to be a teacher. പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ ഇടമൺ 34 മാനേജ് ബൈ പുഷ്പഗിരിയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BAS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി.
ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്. പ്രമുഖ കമ്പനികളായ കജാറിയ, ഐക്കൺ, ഏഷ്യൻ, ഇറ്റാലിക്ക എന്നിവയുടെ ടൈൽസും. അരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ലെഗ്രാൻഡ്, ഹാവൽസ്, ബജാജ് എന്നിവയുടെ ഇലക്ട്രിക്കൽ ഗുഡ്സ്. വിവിധയിനം ഫാൻസി ലൈറ്റുകൾ. പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ. കിച്ചൺ കബോർഡ് ആക്സസറീസ്. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475 222 1205 9946977578. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കേസ്. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കാടിന്റെ മക്കളും ജൈവ കൃഷിയിലേക്ക് തിരിയുന്നു. ഉറുകുന്നം മലവേടർ കോളനിയിലാണ് കാടിന്റെ മക്കൾ ജൈവ കൃഷിയിലേക്ക് തിരിയുന്നത്. ഉറുകുന്ന മലവേടർ കോളനിയിലെ 2 ഏക്കർ ഭൂമിയിലാണ് കാടിന്റെ മക്കൾ കടുത്ത വേനലിലും ക്യാബേജും കോളിഫ്ലവറും ചീരയും ക്യാരറ്റുമൊക്കെ കൃഷിയിറക്കിയത്. വനവിഭവങ്ങൾ മാത്രം ശേഖരിച്ച് ശീലമുള്ള ആദിവാസി സംഘം അങ്ങനെ ജൈവ കൃഷിയുടെ പുത്തൻ ലോകത്തേക്കും വിജയകരമായി ചുവടുവെച്ചിരിക്കുകയാണ്. വിഷരഹിത പച്ചക്കറിയുടെ സാധ്യതയാണ് ഇവർക്ക് തരിശുഭൂമിയിൽ പൊന്നുവിളയിക്കാൻ ഊർജ്ജമേകിയത്. ഒപ്പം ആദിവാസി കൂട്ടായ്മയായ തണലെന്ന സംഘടനയുടെ പിന്തുണയും. ഇക്കഴിഞ്ഞ ദിവസം മുതൽ ക്യാബേജിന്റെ വിളവെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ജലദൗർലഭ്യവും കടുത്ത വേനലുമാണ് തങ്ങളെ അലട്ടുന്ന പ്രധാന പ്രശ്നമെന്ന് ഇവർ പറയുന്നു. വെള്ളത്തിന്റെ വലിയൊരു പ്രശ്നം തന്നെയുണ്ട്. ആ വെള്ളം കുറെ കൂടെ കിട്ടുവാന്നേരി നമുക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പം നമ്മൾ തൽക്കാലത്തേക്ക് നമുക്ക് വെള്ളത്തിന് മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ആറ്റിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. ഇത് നമ്മൾ ഉടനെ തന്നെ നമ്മൾ അടുത്തൊരു ഒരു വലിയൊരു കുളം കുടിച്ച്, ഇപ്പം ഇത്രയും വലിയ ഉണക്കില്ലാതിരുന്നെങ്കിൽ നമുക്ക് ആ കുളം കുടിച്ച് നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുമായിരുന്നു. നമ്മൾ ഇതിൻ്റെ വിളവെടുപ്പ് എന്ന് പറയുമ്പോൾ ഇന്നലെ ആയിരുന്നു ഇതിൻ്റെ വിളവെടുപ്പ്. ഇന്നലെ കൃഷി ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ വിളവെടുത്ത് നമ്മൾ വിപണിയിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ലോഡ് സാധനം നമ്മൾ വിപണിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അവർ രാവിലെ തന്നെ വിളവെടുത്ത് കഴിഞ്ഞു, അത് വിപണിയിൽ കൊണ്ടുപോയി. ഇനിയിപ്പോൾ നമുക്കൊരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും നമുക്ക് വിളവെടുക്കത്തക്ക സൗകര്യമാകും. അങ്ങനെ വന്നാൽ കൊണ്ട് നമുക്ക് കുറേ കൂടെ മെച്ചപ്പെട്ട നിലയിലേക്ക് ഈ പഞ്ചായത്തിലുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകൾക്കും വിഷരഹിത പച്ചക്കറി കൊടുക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ പ്രധാനമായി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഒപ്പം കാട്ടുമൃഗങ്ങളുടെ ശല്യവും. വരും ദിവസങ്ങളിൽ വേനൽ കടുക്കുന്നതോടെ ടാങ്ക് നിർമ്മിച്ച് വെള്ളം കല്ലടയാറ്റിൽ നിന്നും പമ്പ് ചെയ്യാനാണ് ഇവരുടെ ആലോചന. വിത്ത് ലഭ്യത മുതൽ കൃഷിയുടെ എല്ലാ കാര്യത്തിലും തെന്മല കൃഷി ഓഫീസർ അജോയ് സുകുമാരൻ, തണൽ സംഘടനയുടെ സാരഥി സുരേഷ് കുമാർ എന്നിവരുടെ സഹായവും ഇവർക്കുണ്ട്. ലൈവ് വാർത്ത, തെന്മല. നിർമ്മാണം പൂർത്തിയായിട്ടും പുനലൂരിലെ വ്യവസായ പാർക്ക് തുറന്നു കൊടുക്കുന്നില്ല. പ്രതിഷേധം വ്യാപകമാകുന്നു. കിഴക്കൻ മേഖലയുടെ വ്യവസായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ വ്യവസായ പാർക്ക് സംരംഭകർക്കായി തുറന്നു കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ പണികൾ പൂർത്തിയായിട്ടും ബന്ധപ്പെട്ടവർ മൗനം പാലിക്കുകയാണ്. വ്യവസായ വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ വ്യവസായ സംരംഭകർക്കായി ഇവിടെ ഒരുക്കി കഴിഞ്ഞു. സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറിയുടെ നിർമ്മാണവും പൂർത്തിയായി. കോടികളാണ് ഇതിനായി വ്യവസായ വകുപ്പ് ചെലവിട്ടത്. വ്യവസായ സംരംഭകരെ ക്ഷണിച്ചുകൊണ്ട് നേരത്തെ തന്നെ പത്രപരസ്യങ്ങളും ചെയ്തിരുന്നു. ജനറൽ വിഭാഗത്തിലെ വ്യവസായങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. പുതിയ സർക്കാർ അധികാരത്തിൽ എത്തിയതോടെ വ്യവസായ പാർക്ക് തുറന്നു കൊടുക്കുമെന്നായിരുന്നു കിഴക്കൻ മേഖലയുടെ പ്രതീക്ഷ. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും സർക്കാർ നടപടിയെടുക്കാത്തതാണ് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കിസാൻ ജനത ജില്ലാ വൈസ് പ്രസിഡന്റായി അബ്ദുൾ മജീദിനെ തെരഞ്ഞെടുത്തു. പത്തനാപുരം ജനതാദൾ യുണൈറ്റഡിൽ ദീർഘകാലമായി പ്രവർത്തിച്ചു വരികയായിരുന്നു അബ്ദുൾ മജീദ്. പാർട്ടി പത്തനാപുരം നിയോജക മണ്ഡലം പ്രസിഡന്റായും വിവിധ പോഷക സംഘടനകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കിസാൻ ജനതയുടെ ജില്ലാ വൈസ് പ്രസിഡന്റായി അബ്ദുൾ മജീദ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഭരണിക്കാവ് ദേവിക്ക് ആയിരങ്ങളുടെ പൊങ്കാല. ക്ഷേത്ര മേൽശാന്തി വിഷ്ണു നമ്പൂതിരി ഭണ്ഡാരാടുപ്പിൽ അഗ്നി പകർന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമായത്. കിഴക്കൻ മേഖലയിൽ വീണ്ടും കഞ്ചാവ് കടത്തു വ്യാപകം. കഴിഞ്ഞ ഒരു മാസത്തിനിടെ പിടികൂടിയത് 8 കിലോഗ്രാം കഞ്ചാവ്. നിർമ്മാണം പൂർത്തിയായിട്ടും വ്യവസായ പാർക്ക് തുറന്നു കൊടുക്കുന്നില്ല. പ്രതിഷേധം ശക്തമാകുന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റായ livevarta.com സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. ചാനൽ ലൈവ് ഒരുക്കുന്ന ക്ലാസിക്കൽ നൃത്ത റിയാലിറ്റി ഷോ വസന്തോത്സവം. ക്ലാസിക്കൽ നൃത്തത്തിൽ അഭിരുചിയുള്ള 17 വയസ്സ് വരെയുള്ള മത്സരാർത്ഥികൾക്ക് പങ്കെടുക്കാം. രണ്ടാം ഘട്ട ഓഡിഷൻ പത്തനാപുരത്ത്. കൂടുതൽ വിവരങ്ങൾക്ക് 9446547555 9446521555. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. 2 മാസത്തിന് മുമ്പാണ് ഈ സോറിയാസിസ് ആണെന്ന് അറിയുന്നത്. 6 മാസത്തിന് മുമ്പ് ഇത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് ഗൾഫിലായിരുന്നു. ഗൾഫിൽ വെച്ച് അവിടെ ആൽനൂർ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനും ഗുളികയും മരുന്നും ക്രീമും അതും ഇതെല്ലാം 19,000 രൂപ അങ്ങനെ അവിടെ അങ്ങ് ചിലവായി. ശരീരം മൊത്തം പൊങ്ങി പുറത്ത് നാശമായി, നീരും കൊണ്ട് കിടക്കാനും വയ്യ, ആന്തർഭാഗം മൊത്തം കയറി വീർത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ പാലക്കാട്ടുകാർ നേഴ്സ് പറഞ്ഞ് സോറിയാസിൻ്റെ. അങ്ങനെ പെട്ടെന്ന് കയറി വന്നാണ് ഈ ഡോക്ടറെ കണ്ട് ഇപ്പം 45 ദിവസം കൊണ്ട് പരിപൂർണ്ണ സുഖമായി. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. ഫോൺ 0475235477. KCB ഓഫീസിന് സമീപം, ഷാലിമാർ ബിൽഡിംഗ്, കരുനാഗപ്പള്ളി. ഫോൺ 8086837777. ഇന്ത്യയിലും വിദേശത്തും ധാരാളം തൊഴിലവസരങ്ങളുള്ള ആയുർവേദ പഞ്ചകർമ്മ നഴ്സിംഗ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, പത്തനാപുരം, കരുനാഗപ്പള്ളി.